ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടൊരു പിലോപ്പി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. നമ്മളതൊന്ന് പൊള്ളിച്ചാണ് എടുക്കുന്നത് ഗ്രില്ലിൽ വെച്ചിട്ട്. നമ്മൾ ഇന്നിപ്പോൾ സമ്മറൊക്കെ ആയി, അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റി. അപ്പോൾ നമ്മളത് ഗ്രില്ലിൽ വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തൊന്ന് പാൻ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ അത് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം തന്നെ. നമുക്കിതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ നമുക്ക് അരപ്പ് ഒന്ന് പറ്റാനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു അര നാരങ്ങയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മളൊന്ന് പരട്ടാൻ പോവാണ്. ഇതേപോലെ നമ്മൾ മീൻ വറക്കണ പോലെ നമുക്കൊന്ന് അരപ്പൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഇതൊരു ഹാഫ് നമുക്ക് വെന്ത് കിട്ടിയുണ്ട്. ഇനി ബാക്കി നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ആ മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മീൻ വറുത്ത വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുകയാണ് ഇതിനകത്ത്. നമുക്കൊരു 1.5 സവാള നമുക്ക് ഇതിനകത്ത് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഇനി ആ സവാള ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ.
നമുക്കൊരു പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരല്പം വേപ്പില ഇട്ട് കൊടുക്കുക. ഈ സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം. അതുകൂടാതെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഞാനിതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 7 വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഇടിച്ചു വെച്ചാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്യാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാല പൊടിച്ച്, നമ്മൾ ഫ്രഷ് മസാല പൊടിച്ചാണ് കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്താണ്, എന്നാലും നമ്മുടെ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ആഡ് ചെയ്യാണ്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, ഒരു 1.5 തക്കാളി നമ്മൾ ഇടാണ് ആഡ് ചെയ്യാണ്. ഇനി ഒരല്പം നമുക്ക് തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒന്ന് ഒഴിക്കാം. ഞാനൊരു 2 ഗ്ലാസിൻ്റെ അടുത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഗ്രേവി പരുവത്തിൽ നമുക്ക് കിട്ടണം. നമുക്ക് ഒരല്പം ഉപ്പും കൂടി ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ നമുക്ക് ഒരല്പം കൂടി ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി റെഡി ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഗ്രേവിക്ക് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഫിഷിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴയില വെച്ചിട്ട് പൊതിയാം കേട്ടോ. ഇപ്പം നമുക്കിവിടെ വാഴയില സുലഭമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഫോയിൽ പേപ്പർ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി ടേസ്റ്റ് വാഴയിലയിലായിരിക്കും പൊതിയണത്. ഇനി നമുക്കൊന്ന് ഇത് തന്നെ ഒന്ന് ഗ്രില്ല് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഗ്രില്ലിലേക്ക് വെക്കാം. അപ്പോൾ കൂടുതൽ ചൂടൊന്നും വേണ്ട, നമുക്ക് ചെറിയ ഹീറ്റിൽ തന്നെ അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5-8 മിനിറ്റ് ഞാൻ അത് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചു വെക്കണം. ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുക്കാം. നല്ല സ്മെല്ല് വരുന്നത്. നമ്മൾ ഫോയിൽ പേപ്പറിലാണ് പൊതിഞ്ഞെങ്കിലും നമുക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്.
നമ്മളപ്പോൾ വാഴയില ആയിരുന്നെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയേനെ. ഇനി നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ. ഓ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മളൊരു 2 തക്കാളി അരിഞ്ഞത് ഓരോന്നെ വയ്ക്കാം. ഒരു ലെമൺ പീസ്, നമ്മുടെ ഗാർണിഷും കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.